കാലാതിവർത്തിയായ നിർദ്ദേശമാണ് എന്ന് അംഗീകരിക്കാൻ കഴിയണം. ഒരു പദം കൂടി അതിനോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. മതപരമായ നിർദ്ദേശത്തിനപ്പുറത്തൊരു ഫാഷൻ ലോകത്തിറങ്ങാനില്ല. മതപരമായ നിർദ്ദേശത്തിൽ ഏറ്റവും കൂടുതൽ അപാകതകളുണ്ട് എന്ന് മനസ്സു പറയുന്ന ഒരു മേഖലയാണിത്. സർവശക്തനായ പടച്ചതമ്പുരാനോടത്തോളം സൗന്ദര്യബോധമുള്ള ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകൾ മതത്തിന് എവിടെയും പരാമർശിച്ചിട്ടില്ല. ലോകത്തുള്ള പ്രബല മതങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിക്കുക. ആ പ്രബല മതങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ എവിടെയും ഇല്ലാത്തൊരു പരാമർശമാണ് ഇസ്ലാം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്. അഥവാ അള്ളാഹു സുന്ദരനാണ്, സൗന്ദര്യബോധമുള്ളവനാണ്. ഇതൊരു വല്ലാത്തൊരു വൈകാരിക, നമുക്കത് ബോധ്യമായില്ല എന്ന് വന്നേക്കാം. പക്ഷേ സാഹിത്യ തലങ്ങളിലോ അതുമായി ബന്ധപ്പെടുത്തിയ തലങ്ങളിലോ ആലോചിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുമാർ കടന്നു ചെല്ലുന്നൊരു പദപ്രയോഗമാണ് ദൈവം സൗന്ദര്യമുള്ളവനാണ് എന്നൊരു പദപ്രയോഗം. സൗന്ദര്യമില്ലാത്തൊരാൾക്ക് സൗന്ദര്യബോധം ഉണ്ടാവുമോ? ഇല്ല. ആ സൗന്ദര്യബോധത്തിൽ അധിഷ്ഠിതമായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഒന്ന് ആലോചിക്ക്, ഒന്നുകൂടി ചിന്തിക്ക്. ഈ പ്രപഞ്ചത്തിന്റെ വിശാലമായ സൗന്ദര്യബോധത്തെക്കുറിച്ച് ചിന്തിക്ക്. ഞാൻ പറയുന്നത് വിശ്വാസം എന്നത് ജീവിതവുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുന്ന സന്ദർഭത്തിൽ മതപരമായ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ വിവിധങ്ങളായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോ എന്തോ ഒരു അനാവസരപ്പെടുത്തലുകൾ മനസ്സിൽ വരികയോ അപകർഷതാബോധം തീണ്ടിയ മനസ്സുമായി മുന്നോട്ട് പോവുകയോ തൃപ്തികരമല്ലാത്ത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ എന്റെ മതം പറഞ്ഞതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് ഒഴുക്കൻ മട്ടിൽ സമാധാനമണിയുന്ന ഒരു മനുഷ്യനെ കുറിച്ചല്ല വിശ്വാസി എന്ന് ഖുർആൻ പറയുന്നത്. പ്രപഞ്ചത്തിലേക്ക് ചിന്തിക്ക്. ആകാശലോകത്തിന്റെ അത്യത്ഭുതങ്ങൾക്കപ്പുറത്ത് ആ ആകാശലോകത്തിന്റെ സംവിധാനത്തിൽ പടച്ചവൻ സ്വീകരിച്ചിട്ടുള്ള അത്യപൂർവമായ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് മനസ്സിലാക്കി നോക്കൂ നിങ്ങൾ. പ്രവചരിയുന്ന ചന്ദ്രനെയും പ്രകാശം പരത്തുന്ന സൂര്യനെയും ഒക്കെ, അതിനപ്പുറത്തുള്ള നക്ഷത്രങ്ങളെ, ജീവജാലങ്ങളെ ഒക്കെയൊന്ന് സൗന്ദര്യബോധത്തോടുകൂടി വീക്ഷിക്ക്. പരിസരങ്ങളിൽ കാണാൻ സാധിക്കുന്ന വർണ്ണാഭമായിട്ടുള്ള സസ്യങ്ങളും ജീവിതലതാദികളും വൃക്ഷലതാദികളും ഒക്കെ എത്രയാണ്. മനുഷ്യൻ ഒരു കൊച്ചു പൂമ്പാറ്റയെ സ്നേഹത്തോടെ സൗന്ദര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അധുനാതനമായ ഫാഷൻ ഡിസൈനിങ്ങിൽ മാതൃകയായി അവലംബിക്കുന്നത് പൂമ്പാറ്റകളെയാണ്. വിവിധങ്ങളായിട്ടുള്ള പാനീയം ജനങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായ ബോട്ടിൽ ഏതായിരിക്കണമെന്നതിനെ കുറിച്ചുള്ള ചർച്ച ഗവേഷകന്മാർക്കിടയിൽ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. നീ കുടിക്കുന്ന വെള്ളം ഏത് ബോട്ടിലാണ് ക്രമീകരിക്കേണ്ടത്? ഒരു വല്ലാത്ത ചർച്ചയാണ്. ആ ബോട്ടിലിന്റെ രൂപം എങ്ങനെയാകണം? പരന്നിട്ടായിരിക്കണമോ? ഉരുണ്ടിട്ടായിരിക്കണമോ? നേരെയുള്ളതാകണമോ? ഈ ചർച്ചകൾ വന്നു. ഒരു മനുഷ്യൻ ആവശ്യമുള്ളൊരു വസ്തു നിറച്ചു വെക്കാവുന്ന കൂട് അല്ലെങ്കിൽ വസ്തു നിറച്ചു വെക്കാവുന്ന കാര്യം എന്താകണം, ഏത് രൂപത്തിലാകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച വന്നു. നമ്മൾ കുടിക്കുന്ന കുപ്പിപ്പാനീയങ്ങളിലെ ആ കുപ്പിപ്പാനീയങ്ങൾ നിറച്ചു വെക്കാവുന്ന കുപ്പി ഏത് രൂപത്തിലാകണം, ബോട്ടിൽ ഏത് രൂപത്തിലാകണം? ചർച്ചകളും ആലോചനകളും ദീർഘമായി പോയപ്പോ സ്വീകരിച്ചിട്ടുള്ള മാർഗമേത്? ഒരു സ്ത്രീയുടെ രൂപമാണ്. എന്റെ വിഷയത്തിന്റെ മർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സർവശക്തനായ പടച്ചതമ്പുരാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള സൗന്ദര്യത്തിന്റെ ഉദാത്തമായ ഒരു മാതൃകയായി സ്ത്രീയുടെ ആകാരത്തെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് പറയാൻ കഴിയില്ല. മനുഷ്യന്റെ മനസ്സിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കപ്പുറത്ത് ആകർഷണീയതയുടെ ഉദാത്തമായ മാതൃകയായി സ്ത്രീയെ സംവിധാനിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ്. ആ രൂപത്തിലായിരിക്കണമെന്ന് തീരുമാനിച്ചു. അതിനാൽ ആ രൂപത്തിലായി. മനുഷ്യനെ സ്വീകരിക്കുന്ന വസ്ത്രത്തിന്റെ ഫാഷൻ ഡിസൈനിങ്ങിൽ മാതൃകയായി സ്വീകരിച്ചത് പൂമ്പാറ്റകളെയാണ്. കേരളത്തിലെ നിലമ്പൂർ കാടുകളിൽ നിന്ന് പൂമ്പാറ്റകളെ കയറ്റുമതി ചെയ്യുന്നു മനുഷ്യൻ. എന്തിനാ? വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വസ്ത്രങ്ങളുടെ സൗന്ദര്യ സങ്കല്പം തീരുമാനിക്കാൻ, വർണ്ണാഭമായ വസ്ത്രങ്ങൾ നെയ്തു പിടിപ്പിക്കാൻ ആവശ്യമായ മാതൃക സ്വീകരിച്ചത് പൂമ്പാറ്റകളിലാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നമുക്കൊക്കെ എത്രയെത്ര പ്രസംഗിക്കാൻ കഴിയും, എത്രയെത്ര ചിന്തിക്കാൻ കഴിയും. കണ്ണഞ്ചിപ്പോകുന്ന ഹരിതാപപൂർണമായ ആസ്വാദ്യജനകമായ ആഹ്ലാദഭരിതമായ ആനന്ദതുന്തിലമായ സൗന്ദര്യത്തിന്റെ നിതാന്ത ദർശനമായി ഈ പ്രപഞ്ചത്തെ, ഈ ദൃശ്യഭംഗിയെ കാണുന്ന ഒരു മനുഷ്യൻ പറയുന്നു,
സർവശക്തനായ പടച്ച തമ്പുരാൻ നീ ഇന്ന വസ്ത്രം സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതൊരു സുഖല്ലല്ലോ. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ നീ മറക്കണമെന്ന് നിന്നോട് കൽപ്പിക്കുമ്പോ അത് സൗന്ദര്യത്തിൽ, ഫാഷനിൽ, ഡിസൈനിങ്ങിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള മറ്റൊന്ന് കാണുമ്പോ എന്താ ഒരു മുറുമുറുപ്പ്, എന്താ ഒരു അലോസരം, എന്താ ഒരു അതിർത്തി? സൗന്ദര്യത്തിന്റെ വിശാലമായ സന്ദേശങ്ങൾ നൽകിയ സിട്ടാവും പരിപാലകനുമായ പടച്ച തമ്പുരാൻ ഒരു നിർദ്ദേശം പറയുമ്പോ ആ നിർദ്ദേശത്തിൽ സൗന്ദര്യ സങ്കല്പമില്ല എന്ന് വായിച്ചു നോക്കുന്ന മനുഷ്യൻ ഒന്ന് ഓതേണ്ട ആയത്താണ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു, അസ്വസ്ഥതകളില്ല, അലോസരങ്ങളില്ല, മുറുമുറുപ്പുകളില്ല, വെച്ചുനീട്ടലുകളില്ല, യുക്തിവിചാരങ്ങളില്ല. പറഞ്ഞത് അംഗീകരിക്കാൻ ആ അംഗീകാരം കേവലം ചില അധികാരി പറയുമ്പോ എങ്ങനെ തള്ളണം എന്ന് കരുതിയിട്ടുള്ള ഒരു തലത്തിലേക്കല്ല, മനസ്സറിഞ്ഞുകൊണ്ടുള്ള അംഗീകാരത്തിന്റെ ഒരു തലത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് വസ്ത്രം സ്വീകരിക്കുന്നിടത്തുള്ള നമ്മളുടെ രീതിശാസ്ത്രം എന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗങ്ങൾ പറഞ്ഞത്. കലാലയ ക്യാമ്പസുകളിലേക്കും വിദ്യാർത്ഥി സമൂഹങ്ങൾ കടന്നു വരുമ്പോഴുമൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷനുകൾ, ആ ഫാഷനുകൾ മതം പറയുന്നതിനപ്പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ മതം പറയുന്നത് അതൃപ്തിയോടുകൂടി സ്വീകരിക്കേണ്ടി വരുന്നു എന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് വിശ്വാസം എന്ന നിലക്ക് അള്ളാഹുവിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നിർദ്ദേശത്തെ സ്വീകരിക്കുമ്പോൾ അത് കാലാധിവർത്തിയാണ്, എല്ലാ സംസ്കാരങ്ങളെയും അതിജയിക്കുന്ന സംസ്കാരമാണ്, എല്ലാ സന്ദേശങ്ങളെയും അതിജയിക്കുന്ന സന്ദേശമാണ് എന്ന് മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധ്യമാകണം എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത് അവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പറഞ്ഞത് വിശ്വാസം എന്നത് അംഗീകാരമല്ല, അംഗീകാരത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, ജീവിതത്തിൽ നിഴലിച്ചു വരേണ്ട വികാരമായി ഒരു മനുഷ്യന് എപ്പോൾ സ്വീകരിക്കാൻ സാധ്യമാകുന്നുവോ അവിടെയാണ് അവന് വിജയം വരിക്കാൻ കഴിയുക എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ എന്റെ ഭാഗം, വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനമായ വശമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരായി ഭൂമിയിൽ ആരുമില്ല. ഒന്നോ രണ്ടോ ആളുകൾ, നിർമ്മതവാദികളായ ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവരും ജീവിതത്തിന്റെ നിസ്സഹായമായ ഘട്ടങ്ങളിൽ ദൈവത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഗ്രഹിക്കുക എന്നതിനപ്പുറത്ത് ആരാധ്യനായി സർവശക്തനായ പടച്ചതമ്പുരാൻ മാത്രമാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അവിടെയും ജീവിതവുമായി ബന്ധപ്പെടുത്തിയ ഒരു വശം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു, അതിനാൽ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുമ്പോ ആരാധനയുടെ തലത്തിൽ മാത്രമാണ് കേൾവിയെ പരിമിതപ്പെടുത്തിയത് നമ്മൾ. വല്ലാത്തൊരു ഭാഗമാണത്. നിശ്ചയം സർവശക്തനായ പടച്ചതമ്പുരാൻ സമീ ആണ് എന്ന് പറയുമ്പോ ആ സമീ എന്ന് പറയുന്ന വചനത്തെ ആരാധനയുടെ ഇബാദത്തിന്റെ തലത്തിലാണ് ഏറ്റവും പ്രധാനമായി ഖുർആൻ ഉപയോഗപ്പെടുത്തിയത്. എന്നിരുന്നാൽ അവിടെ മാത്രം പരിമിതപ്പെടേണ്ട ഒന്നായിട്ടല്ലല്ലോ ഖുർആൻ ഇത് പരിചയപ്പെടുത്തിയത്. കളവ് പറയുന്നിടത്ത് ആരാധനയുടെ വികാരങ്ങൾ മനുഷ്യന് കടന്നു വരുന്നില്ല. എല്ലാം കേൾക്കുന്നവനാണ് പടച്ചവൻ എന്നതിനാൽ കേൾവിയിൽ പരിമിതരായ, എല്ലാം കേൾക്കാത്ത, എല്ലായിടത്തു നിന്നും കേൾക്കാൻ കഴിയാത്ത വ്യക്തികളെയോ ശക്തികളെയോ ആരാധിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥനയെ അവർ കേൾക്കില്ല. വലൗ സമിഉ മസ്തജാബു ലഹും, നിങ്ങൾ വാശി പിടിച്ചിട്ട് കേൾക്കുമെന്ന് പറഞ്ഞാൽ ശരി, മസ്തജാബു ലഹും, ഉത്തരം ചെയ്യില്ല. ഇവിടെ ഖുർആൻ ആരാധനയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ഭാഗം പറയുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവരാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാന തലങ്ങളിൽ മതം കൽപ്പിക്കുന്നതായ കണിശതയും കൃത്യതയും പാലിക്കുന്ന വിശ്വാസി സമൂഹത്തിൽ നിന്നുള്ള അംഗങ്ങൾ അള്ളാഹു കേൾക്കേണ്ട കാര്യങ്ങൾ നാവിലൂടെ പുറത്തു പറയുമ്പോ പാലിക്കേണ്ട സൂക്ഷ്മതകൾ പാലിക്കുന്നിടത്ത് പരാജയം സംഭവിച്ചവരാണ്. കളവ് പറയുമ്പോ എല്ലാം കേൾക്കുന്നവനാണ് പടച്ചവൻ എന്ന വികാരം അവന് വിശ്വാസിയെ സ്വാധീനിക്കുന്നില്ല. പരദൂഷണം പറയുമ്പോ എല്ലാം കേൾക്കുന്നവനാണ് പടച്ചവൻ എന്ന വികാരം അവനെ സ്വാധീനിക്കുന്നില്ല. ഏഷണി പറയുമ്പോ എല്ലാം കേൾക്കുന്നവനാണ് പടച്ചവൻ എന്ന വികാരം അവന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല.
വിശ്വാസത്തിന്റെ മൗലികതയിൽ, വിശ്വാസത്തിന്റെ കാണ്ഡത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വികാരമായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അഥവാ വിശ്വാസം ജീവിതബന്ധിയായി മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗമായി ഖുർആൻ എടുത്തു പറയുന്നു. ഒരുപാട് നിർദ്ദേശങ്ങൾ ഖുർആൻ പറയുന്നു. ഒരു ഭാഗം കൂടി പറഞ്ഞുകൊള്ളട്ടെ. അവിടെ അന്ധമായ ഒരു വിശ്വാസം പ്രകടിപ്പിക്കുക എന്നത് വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയല്ല. വിശുദ്ധ ഖുർആൻ എവിടെയും വിശ്വാസം പറയുന്നിടത്ത് നിങ്ങൾ ഇന്നതുകൊണ്ട് വിശ്വസിക്കണമെന്ന് പറയാതെ പറയുന്നില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ എല്ലാ ശൈലികളും കാര്യകാരണ ബന്ധങ്ങൾ കൃത്യമായി പരിചയപ്പെടുത്തിയതിനു ശേഷം നീ വിശ്വസിക്കണമെന്ന് പറയും. ഒരു വിശ്വാസത്തിന്റെ രംഗത്ത് അടിച്ചേൽപ്പിക്കൽ സാധ്യമല്ല എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാളെ ഇങ്ങനെ അയാളോട് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് വിശ്വസിക്കണ എന്ന് പറയുമ്പോൾ അയാൾ വിശ്വസിക്കുമ്പോൾ അത് ഒരു പരിവർത്തനപരമായിട്ട് ഒരിക്കലും വരില്ല. നേരെ മറിച്ച് അതൊരു ഒരു ഉൾക്കൊള്ളൽ മാത്രമായിട്ട് ഇങ്ങനെ പരിമിതപ്പെടും. അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ഖുർആൻ പറയുമ്പോൾ എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു. അതിനപ്പുറത്ത് നിങ്ങളുടെ സൃഷ്ടാവാണ് സർവശക്തനായ പടച്ച തമ്പുരാൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നതിനാൽ നിങ്ങൾ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. എല്ലാ കാലത്തുമുള്ളവനാണ് പടച്ച തമ്പുരാൻ, അഥവാ ഹയ്യാണ് അള്ളാഹു. അതിനാൽ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എല്ലാ കഴിവുള്ളവനാണ് പടച്ച തമ്പുരാൻ, അതുകൊണ്ട് പടച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അള്ളാഹു സർവശക്തനായ പടച്ച തമ്പുരാൻ ഒരു പിതാവോ ഒരു മകനോ അല്ല, അഥവാ പിതാവോ മകനോ ആയ ഒന്നിനെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ ആശ്രയിക്കുന്ന, എന്നാൽ മനുഷ്യർക്ക് അനുഗ്രഹം നൽകുന്നതിൽ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത സ്വമദീയത്ത് സർവശക്തനായ പടച്ച തമ്പുരാന് മാത്രമാണുള്ളത് എന്നതിനാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ദീർഘമായി പ്രവേശിക്കുകയല്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നത് വളരെ കൃത്യമായ കണിശമായ നിബന്ധനകൾ മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. ലോകത്ത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ ഇത്ര കണിശമായ നിർദ്ദേശങ്ങളോ നിബന്ധനകളോ ആരാധനയുടെ വിഷയത്തിൽ പ്രചരിപ്പിക്കാനോ പറയാനോ സാധ്യമല്ല. എത്രയെത്ര ദൈവങ്ങൾ വിശ്വാസത്തിന്റെ രംഗത്ത് സൃഷ്ടാവായ പടച്ച തമ്പുരാനല്ലാത്ത മറ്റുള്ള ദൈവങ്ങൾ ആരാധിക്കുന്ന, വ്യക്തികൾ ആരാധിക്കുന്ന, ശക്തികൾ ആരാധിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിലില്ലേ? ഓരോ രംഗത്തും ഓരോ തരത്തിലുള്ള വിശ്വാസം മനുഷ്യൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഒരു ഭാഗം നിബന്ധനകൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നീ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുന്ന ഒരു ശൈലി മറ്റൊരു വേദഗ്രന്ഥങ്ങളിലോ മറ്റൊരു ആരാധന പരിചയപ്പെടുത്തുന്ന രംഗങ്ങളിലോ കാണാൻ കഴിയില്ല എന്നതാണ് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുന്നതിലുള്ള വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസപരമായ മൗലികത നമുക്ക് ബോധ്യപ്പെടുന്നത്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുമ്പോഴോ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു ശൈലി നോക്കൂ നിങ്ങൾ. ഖുർആനിൽ പരാമർശ വിധേയമായത് അള്ളാഹു അല്ലാത്ത ആളുകളെ നിങ്ങൾ ആരാധന നിർവഹിക്കുക വഴി അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിയില്ല. സൃഷ്ടിപ്പ് അവർക്ക് നിർവഹിക്കാൻ കഴിയില്ല. കേൾവി, എല്ലാ കാര്യങ്ങളും കേൾക്കാൻ കഴിയില്ല. എല്ലാ കാലത്തും അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല. അവർക്ക് സ്വന്തത്തെ പോലും സഹായിക്കാൻ സാധ്യമല്ല. അവർക്കൊന്നിനെയും അധീനപ്പെടുത്താൻ സാധ്യമല്ല. ഇങ്ങനെയൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ ഒരു കാര്യത്തെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കുമ്പോൾ രണ്ട് പ്രമാണങ്ങൾ, രണ്ട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അത് പ്രാമാണികമായിരിക്കണം എന്നതാണ്. രണ്ടാമത്തേത്, പ്രാമാണികമായിരിക്കണം എന്നതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അതിനുള്ള ഫലം അനുഭവിക്കണമെന്നത് ഈ വിഷയ സംബന്ധമായ ഒരു വിഷയമല്ല. ഒന്നുകൂടി പറഞ്ഞാൽ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക വഴിയോ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുക വഴിയോ അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകുന്നത് പോലെയുള്ള ഫലങ്ങൾ പരിമിതമായ ഒരു സമയത്തിൽ അവന് അനുഭവിക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ചര്യയിലോ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ സംസാരിക്കുന്നത് ബോധപൂർവമാണ്. അള്ളാഹു അല്ലാത്തൊരു മനുഷ്യനിൽ നിന്ന് നേടേണ്ട ചില, അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട ചില ഗുണങ്ങളോ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചില ഫലങ്ങളോ അള്ളാഹു അല്ലാത്തവരിലേക്ക് മനുഷ്യന്റെ വിശ്വാസം ക്രമീകരിക്കുക വഴി മനുഷ്യന് ലഭ്യമായേക്കാം. 100 രൂപ മറ്റൊരു വ്യക്തിയുടെ പോക്കറ്റിൽ നിന്നും മോഷ്ടിച്ചതിന് ശേഷം ആ 100 രൂപ ഉപയോഗിച്ചുകൊണ്ടൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും. ഞാൻ അധ്വാനിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും.
ലൈസൻസ് ഇല്ലാതെ ഒരാൾ വാഹനം ഓടിച്ചാലും വണ്ടി മുന്നോട്ട് പോകും, ലൈസൻസ് ഉള്ളവനായി വാഹനം ഓടിച്ചാലും വണ്ടി മുന്നോട്ട് പോകും. എങ്ങനെ ഒന്ന് ശരി മറ്റൊന്ന് തെറ്റുവാകണം? ഒന്ന് ശരി മറ്റൊന്ന് തെറ്റുവാകുന്നത് എങ്ങനെ? ഏത് മാനദണ്ഡപ്രകാരമാണ് ഇത് വിലയിരുത്തേണ്ടത്? ഫലം ലഭിക്കുക ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള മുഖ്യപ്രമാണ രേഖയായിട്ട് മതം പഠിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് മനുഷ്യന്റെ വിശ്വാസതലത്തെ പരീക്ഷണ വിധേയമാക്കാൻ വേണ്ടി ഒരു വേള മറ്റു തരത്തിലുള്ള മാർഗങ്ങളിലൂടെ അവലംബിക്കുമ്പോൾ മനുഷ്യന് ഗുണം ലഭിച്ചു എന്ന് വന്നേക്കാം. പക്ഷെ ഗുണം ലഭിച്ചു എന്നതിന്റെ പേരിൽ അത് ശരിയാണ് എന്ന് പറഞ്ഞുകൂടാ. വ്യഭിചാരത്തിലൂടെ സന്താന സൗഭാഗ്യമുണ്ടായി എന്നതിന്റെ ഫലമായി വ്യഭിചാരം ന്യായീകരിക്കാൻ ഒരു മനുഷ്യത്വമുള്ളവന് കഴിയില്ല. വിവാഹത്തിലൂടെ ലഭ്യമാകുന്ന ജൈവ പ്രക്രിയ തന്നെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൽ വ്യഭിചാരത്തിലുമുള്ളത്. ആത്മീയ വിശ്വാസമോ ധാർമ്മിക വിശ്വാസമോ ഇല്ലാത്തൊരു മനുഷ്യൻ എത്ര തലതാരിനെ കീഴി വിശദീകരിച്ചാലും ശരി, ഇത് രണ്ടും വ്യത്യസ്തമാണെന്ന് പറയാൻ കഴിയില്ല. സാധ്യമേ അല്ല. വിവാഹത്തിലൂടെ എയ്ഡ്സ് ഉണ്ടാകുന്നില്ല, വ്യഭിചാരത്തിലൂടെ എയ്ഡ്സ് ഉണ്ടാകുന്നു. എയ്ഡ്സ് ഉള്ള ഒരാളുമായുള്ള ബന്ധം എയ്ഡ്സിന് കാരണമാവുകയില്ല എന്നല്ല, ബുദ്ധിയുള്ളവരാണല്ലോ കേൾക്കുന്നവർ. എന്താണ് ഇതിന്റെ വ്യത്യാസം? ഒന്ന് വിശിഷ്ടമാണ്, മറ്റൊന്ന് വിഹിതമല്ല. വിശുദ്ധ ഖുർആനിന്റെ ഒരു കാര്യത്തെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്നിടത്ത് ഖുർആൻ എഴുതി വെക്കുന്ന മാനദണ്ഡമാണ്, ക്രൈറ്റീരിയ ആണ്, മെഅയാറാണ്. പ്രാമാണികമായിരിക്കണം, വിഹിതവും ആയിരിക്കണം, വിശിഷ്ടവുമായിരിക്കണം എന്ന്. അപ്പൊ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുകയോ അല്ലാഹു അല്ലാത്തവരിൽ അഭയം പ്രാപിക്കുകയോ അല്ലാഹു അല്ലാത്തവരെ ആശ്രയിക്കുകയോ ചെയ്യുമ്പോൾ അവിടങ്ങളിലോ ഇവിടങ്ങളിൽ നിന്നോ ചെറിയ ചെറിയ സൂചനകളോ ഫലങ്ങളോ ഒക്കെ ലഭിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടത് ശരിയായി തീരുകയില്ലേ എന്നൊരു ന്യായം അവതരിപ്പിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസമുള്ള ലോകത്താണല്ലോ ഈ വിഷയ ചർച്ച, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയമായ ഒരു മാർഗമായിട്ടോ അവലംബിക്കാവുന്ന ഒരു മാർഗമായിട്ടോ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അത് വിശ്വസിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എന്തിനു വിശ്വസിക്കണമെന്നതിന്റെ ഉത്തരം പറയുമ്പോൾ അവന്റെ ജീവിതം നിഷ്ഫലമാണ്. ഇത് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില വികാരങ്ങളുണ്ട്. എന്താണത്? നമ്മൾ പരാജയപ്പെടുന്ന ചില രംഗങ്ങൾ അവിടെയാണ്. വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് പ്രകടിപ്പിക്കേണ്ട ജീവിത മാതൃക വിശ്വാസമില്ലാത്ത ആളുകളാണ് പൊതുവിൽ പ്രകടിപ്പിക്കാറുള്ളത്. ഒരു മുസ്ലിങ്ങളും ഒക്കെയുള്ള ഒരു കലാലയത്തിൽ അധ്യാപനം നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്കറിയാം, അമുസ്ലിങ്ങളായ ആളുകൾ ജീവിതത്തിൽ പുലർത്തുന്ന ധാർമ്മികത കാണുമ്പോ വിശ്വാസിയിൽ നിന്ന് നിർബന്ധമായും പ്രതിഫലിക്കേണ്ട ധാർമ്മികതയെപ്പറ്റി ചിലപ്പോ അവരെ മുമ്പിൽ നമ്മൾ ചൂളിപ്പോവുകയാണ്, പരാജയപ്പെട്ടു പോവുകയാണ്. ഇതൊരു വല്ലാത്തൊരു വിഷയമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നന്മ ചെയ്യുക എന്ന് പറയുമ്പോ ആ നന്മ ചെയ്യുന്നത് സ്വീകാര്യമാകണം. ഒരു അമുസ്ലിമായൊരു വിശ്വാസം ശരിയാവണ്ണം ക്രമീകരിക്കാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിശ്വാസത്തിന്റെ മൗലികമായ അതിപ്രധാനമായ വശത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിശ്വാസ ഭാഗങ്ങൾ അംഗീകരിക്കാത്തൊരു മനുഷ്യന്റെ കർമ്മങ്ങൾ പാരത്രികമായ ലോകത്ത് സ്വർഗപ്രവേശനത്തിന് ഉപയുക്തമാകുന്ന തലത്തിൽ പ്രയോജനപ്പെടുകയില്ല. ഒന്നുകൂടി പറഞ്ഞാൽ നന്മ ചെയ്യുന്ന ഒരു മനുഷ്യന് ആ നന്മക്കുള്ള പ്രതിഫലം വിശ്വാസിയായാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നല്ല. പ്രതിഫലം രണ്ടെണ്ണമാണ്. ഒന്ന് ഭൗതികമായി ലഭിക്കാവുന്ന പ്രതിഫലമുണ്ട്, മറ്റൊന്ന് പാരത്രികമായി ലഭിക്കാവുന്ന പ്രതിഫലമുണ്ട്. പരലോകത്ത് കിട്ടുന്ന കൂലിയുണ്ട്, ദുനിയാവിൽ നിന്ന് കിട്ടുന്ന കൂലിയുണ്ട്. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ആതുര സേവനം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ കുടുംബബന്ധവും അയൽപ്പക്ക ബന്ധവും ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകാം. പാവപ്പെട്ട ആളുകളോട് വളരെ കരുണാർദ്രമായി സമീപിക്കുന്ന ആളുകളും അമുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾക്കുള്ള ഫലം ലഭ്യമാകുന്നില്ല എന്നതാണ്
വിശ്വാസിയായ ഒരു മനുഷ്യന് ലഭിക്കുന്ന അസുലഭമായ ഒരു അവസ്ഥ. ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിക്കാൻ പ്രത്യേകിച്ച് ഒരു പ്രയാസമില്ലല്ലോ. ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഒരു ചെറിയ കല്ല് ഒരു ഉപദ്രവം കണ്ടു. ആ ഉപദ്രവം ഒന്ന് നീക്കി വെച്ചു. ഈ വളരെ നിസ്സാരമെന്ന് കരുതാവുന്ന ഈ സംഭവങ്ങൾ പോലും വിശ്വാസിയായ ഒരു മനുഷ്യന് സ്വർഗപ്രവേശനത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിശ്വാസിയായ ഒരു മനുഷ്യന് ലഭിക്കുന്ന വല്ലാത്തൊരു അനുഭവമാണ്. പാരത്രികമായ ലോകത്ത് അവന്റെ ജീവിതത്തിൽ അവൻ നിർവഹിക്കുന്ന ഏതേതൊക്കെ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭ്യമാണ് എന്നത് വിശ്വാസിയായ ഒരു മനുഷ്യന് മാത്രം ലഭിക്കുന്ന അവസരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ അമുസ്ലിമായ ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളോ ഈ ദുനിയാവിൽ അവൻ ചെയ്തിട്ടുള്ള നന്മക്കുള്ള പ്രതിഫലം വിവിധങ്ങളായ തലത്തിൽ സർവശക്തനായ പടച്ചവൻ കൊടുത്തേക്കാം. അതല്ലെങ്കിൽ നരകശിക്ഷയിൽ നിന്ന് അവന്റെ സൽക്കർമ്മങ്ങളുടെ ഫലമായി വിശ്വാസബന്ധിതമല്ലാത്ത, വിശ്വാസത്താൽ നിർവഹിക്കപ്പെട്ടിട്ടില്ലാത്ത, എന്നാൽ വിശ്വാസിയേക്കാൾ കൂടുതൽ പ്രബലമായി നിർവഹിക്കപ്പെട്ടിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് ഇളവുകൾ ലഭിച്ചേക്കാം. അതിനപ്പുറത്ത് സ്വർഗപ്രവേശനം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹത്തിലേക്ക് വിശ്വാസിയായ ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ മാത്രമേ സ്വീകാര്യമാകൂ എന്ന കണിശമായ നിലപാടാണ് വിശുദ്ധ ഖുർആൻ വെച്ച് പുലർത്തുന്നത്.